Hi everyone, this is Abin from Everything You Want to Know About Apple. അങ്ങനെ നമ്മുടെ iOS 15.4ന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഇത് ഏകദേശം വന്നിരിക്കുന്നത് 1.28 GB-ലാണ് ഐഫോൺ 13ൽ. അത് പല ഡിവൈസിലും പലതായിരിക്കും. അതേപോലെ തന്നെ ഐഫോൺ 6s മുതൽ ഐഫോൺ 13 Pro Max വരെയുള്ള എല്ലാ ഡിവൈസിലും നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ അപ്ഡേഷനും ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ആപ്പിൾ iPadOS 15.5 റിലീസ് ചെയ്യുന്നുണ്ട്, WatchOS 8.5 റിലീസ് ചെയ്യുന്നുണ്ട്, tvOS 15.5 റിലീസ് ചെയ്യുന്നുണ്ട്, HomePodOS 15.5 റിലീസ് ചെയ്യുന്നുണ്ട് ആൻഡ് macOS 12.3യും ഈ ഒരു അപ്ഡേഷനിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ മുമ്പ് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ആ ഒരു ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. അവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഇതേപോലെ അപ്ഡേഷൻസ് കാര്യങ്ങളും ലീക്സും റൂമേഴ്സും പിന്നെ നിങ്ങൾക്കുള്ള ഡൗട്ടും അവിടെ ചോദിക്കാൻ പറ്റുന്നതാണ്. അവിടെ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അല്ലെങ്കിൽ ഈ ഒരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ തുടക്കം തന്നെ നമുക്ക് ഇതിൻ്റെ ബിൽ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നേരെ സെറ്റിങ്സിലേക്ക് പോവാം. അവിടുന്ന് ജനറൽ ടാപ്പ് ചെയ്തിട്ട് എബൌട്ട് സെക്ഷനിൽ പോയി സോഫ്റ്റ്വെയർ വേർഷൻ നോക്കുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും 19E241 എന്ന്. അതായത് ഇതൊരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ്. നമ്മളെ ബേറ്റാസ് വല്ലതാണ് നമ്മുടെ ഫോണിൽ ഇപ്പോഴും കിടക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിൽ നമുക്കൊരു ചെറിയ ആൽഫബറ്റ് കാണാൻ പറ്റുന്നതാണ്. നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ അപ്ഡേഷൻ്റെ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഇനി മുതൽ നമ്മുടെ ഡിവൈസുകളിൽ വൈഫൈ ഉപയോഗിക്കാതെ തന്നെ മൊബൈൽ ഡാറ്റ ഉപയോഗിച്ച്, അതായത് നമ്മുടെ മൊബൈലിൽ നെറ്റ് ഉപയോഗിച്ച് തന്നെ നമുക്ക് അപ്ഡേഷൻസ് ചെയ്യാൻ പറ്റും. അത് ചില സെലക്റ്റഡ് കൺട്രികൾക്ക് മാത്രമാണ് ആ ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളൂ. പക്ഷേ അതിൽ നമുക്ക് നമ്മുടെ ഇന്ത്യ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വൈഫൈ കണക്ഷൻ ഇല്ലെങ്കിൽ പോലും നമുക്ക് മൊബൈൽ ഡാറ്റ ഉപയോഗിച്ച് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തതാണ് നമ്മുടെ iOS 15.4ൻ്റെ ഏറ്റവും വലിയ ഫീച്ചർ, ഫേസ് മാസ്ക് വെച്ച് നമ്മുടെ ഡിവൈസ്, അതായത് ഐഫോൺ 12 മുതൽ 13 Pro Max വരെയുള്ള എല്ലാ ഡിവൈസുകൾക്കും നമുക്ക് ആ ഒരു ഫീച്ചർ കിട്ടുന്നതാണ്. ഫേസ് മാസ്ക് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഫോൺ നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഐഫോൺ 11 മുതലുള്ള ഡിവൈസുകൾക്ക് അത് നമുക്ക് അവൈലബിൾ അല്ല. കാരണം ട്രൂ ഡെപ്തിൻ്റെ ക്യാമറ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫീച്ചർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതാണ് ആ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്, നമ്മുടെ ഫേസ് ID ആൻഡ് പാസ്കോഡിലേക്ക് പോവാം. നമ്മൾ പാസ്കോഡ് ടാപ്പ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ ഫേസ് ഞാൻ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫേസ് ID വിത്ത് മാസ്ക് എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. നമുക്ക് അതിനായിട്ട് മാസ്ക് ഇട്ടൊന്നും നമ്മുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യേണ്ട, സാധാ പോലെ നമ്മുടെ ഫേസ് ഒന്ന് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക. പിന്നീട് നിങ്ങൾ എപ്പോഴും റെഗുലറായിട്ടൊരു സ്പെക്സ് വെക്കുന്ന വ്യക്തിയാണെങ്കിൽ ആഡ് ഗ്ലാസസ് എന്നുള്ള ഓപ്ഷൻ ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ എൻ്റെ മുഖത്തൊരു ഫേസ് മാസ്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വലതുവശത്തിരിക്കുന്ന ഫോണിൽ ഞാൻ ക്യാമറ ഓൺ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ മുഖത്ത് ഫേസ് മാസ്ക് ഉള്ളത്. ഇപ്പോൾ ഈ 13 ഡിവൈസ് ഞാൻ ലോക്ക് ചെയ്തു. ഇപ്പോൾ നമുക്കൊന്ന് അൺലോക്ക് ചെയ്ത് നോക്കാം. ലുക്ക് ഡൗൺ ടു അൺലോക്ക് എന്ന് പറയുന്നുണ്ട്. ലുക്ക് ഡൗൺ ടു അൺലോക്ക് എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നോക്കണം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കാര്യം റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. കറക്റ്റായിട്ടും ആക്യുറേറ്റ് ആയിട്ടും നമുക്കത് അൺലോക്ക് ആയിട്ടുണ്ട്. ഇത് ഫേസ് ID വിത്ത് മാസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഫേസ് അൺലോക്കിൽ മാത്രമല്ല ആപ്പിളിൻ്റെ ഒതൻറ്റിക്കേഷൻ വരുന്ന, അതായത് ഫേസ് ID വെച്ച് ഒതൻറ്റിക്കേറ്റ് ചെയ്യുന്ന ഏത് ആപ്ലിക്കേഷൻസും നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാനും പറ്റുന്നതാണ്. അടുത്ത വന്ന അപ്ഡേറ്റ് നമുക്ക് പുതിയതായിട്ട് ഒരു 36ഓളം പുതിയ ഇമോജീസ് വന്നിട്ടുണ്ട്. 36 മാത്രമല്ല, ഇപ്പോഴും ഇതിന് ആൾക്കാർ പുതിയ പുതിയ ഇമോജീസും കണ്ടുപിടിക്കുന്നുണ്ട്. ഈ ഒരു 36 പുതിയ ഇമോജീസും നമ്മുടെ ഈ ഒരു 15.4ൽ വന്ന അപ്ഡേഷനിലാണ്. അടുത്തത് 13 ലൈനപ്പിലുള്ള ഡിവൈസുകൾക്ക് മാത്രമാണ് ഈ പറഞ്ഞ അപ്ഡേഷൻ. നമ്മുടെ 13 ലൈനപ്പിൽ മാത്രം നമുക്കൊരു പുതിയ വാൾപേപ്പർ, നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഇവൻറ്റിൽ ഐഫോണിൻ്റെ ഗ്രീൻ കളർ വന്നായിരുന്നു. അതിൻ്റെ ബേസ് ചെയ്ത് തന്നെ നമുക്ക് പുതിയതായിട്ട് ഒരു വാൾപേപ്പർ, ഗ്രീൻ വാൾപേപ്പറും അവൈലബിൾ ആണ്. ഐഫോൺ 13ൽ ഈ ഒരു മോഡലിലും ഐഫോൺ 13 Pro സീരീസിൽ വേറൊരു മോഡലിലുമാണ് ആ ഒരു വാൾപേപ്പേഴ്സ് വന്നിരിക്കുന്നത്. അടുത്തതാണ് നമ്മുടെ സിറി ആൻഡ് വോയിസിലെ അപ്ഡേഷൻ. നമ്മുടെ ഏറ്റവും ഫേവറേറ്റുള്ള സിറി വോയിസ് അമേരിക്കൻ റീജിയനിലെ വോയിസ് 4 ആണ്. അത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഇതാണ് ഐഫോണിലെ ഏറ്റവും ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വോയിസ് അമേരിക്കൻ വെറൈറ്റിയിൽ. പക്ഷേ അമേരിക്കൻ വെറൈറ്റിയിലെ ഒരു പുതിയ വോയിസ് നമുക്ക് വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഈ ഗാംഭീര്യമുള്ള ഈ ഒരു പെൺകുട്ടിയുടെ ഒച്ചയാണ് നമുക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന സിറി വോയിസ്.
ഇത് അമേരിക്കൻ വെറൈറ്റിയിൽ മാത്രമേ ഉള്ളൂ. വേറെ ഒരു വെറൈറ്റിയിലും നമുക്ക് പുതിയൊരു വോയിസിൻ്റെ അപ്ഡേഷൻ വന്നിട്ടില്ല. അടുത്ത വന്നിരിക്കുന്ന അപ്ഡേറ്റ് നമ്മുടെ ഷെയർ പ്ലേയിലാണ്. ഇപ്പോൾ ഞാൻ മ്യൂസിക് എടുത്തു. ഈ മ്യൂസിക് എനിക്ക് ഷെയർ ചെയ്യാതെ നമുക്ക് ഓൾറെഡി എൻ്റെ അത് ഷെയർ സോങ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. പക്ഷേ അതിൻ്റെ തൊട്ടുപുറത്ത് ഇപ്പോൾ നമുക്ക് ഷെയർ പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇത് ആപ്പിളിലെ മാത്രം ആപ്പുകളിലല്ല, നമുക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ സ്പോട്ടിഫൈ എടുത്തു. സ്പോട്ടിഫൈയിൽ നമുക്കൊരു സോങ് നമുക്ക് ഷെയർ എന്നാണെങ്കിൽ നോർമലായിട്ട് ഈ 3 ഡോട്ട്സിൽ നമ്മൾ ഞെക്കുക, താഴത്തേക്ക് പോയിട്ട് ഷെയർ എന്ന ഓപ്ഷൻ ടാപ്പ് ചെയ്യുക. ഷെയർ എന്ന ഓപ്ഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഷെയർ പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഈ ഒരു ഓപ്ഷനും നമുക്ക് iOS 15.4 ഒഫീഷ്യൽ ആപ്പുകളിലും അതേപോലെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസും നമുക്ക് ലഭിക്കുന്നതാണ്. അടുത്ത വന്ന അപ്ഡേഷൻ നമ്മുടെ എമർജൻസി SOSലാണ്. എമർജൻസി SOSൽ പല ഡിവൈസിലും പലതായിട്ടാണ് വരുന്നത്. ഇവിടെ കോൾ വിത്ത് 3 പ്രസസ് എന്ന് മാത്രമാണ്. പക്ഷേ ചില ഡിവൈസുകളിൽ അത് കോൾ വിത്ത് 5 പ്രസസ് എന്നുള്ള ഓപ്ഷനും നമുക്ക് ലഭിക്കുന്നതാണ്. അത് ഓരോ ഡിവൈസുകൾക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പല ഡിവൈസിലും ആ ഒരു എമർജൻസി SOSനും ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും. അടുത്ത അപ്ഡേഷൻ വന്നത് നമ്മുടെ പോഡ്കാസ്റ്റ് ആപ്പിലാണ്. പോഡ്കാസ്റ്റ് ആപ്പിൽ വന്ന പുതിയ അപ്ഡേഷൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്വന്തമായിട്ടൊരു പോഡ്കാസ്റ്റ് നമുക്കുണ്ട്. അതിന് ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. പ്ലേകാസ്റ്റ് എന്നാണ് നമ്മുടെ സ്വന്തം പോഡ്കാസ്റ്റിൻ്റെ പേര്. അത് ആപ്പിൾ പോഡ്കാസ്റ്റിലും അതേപോലെ തന്നെ പല നിരവധിയായ ഓഡിയോ പ്ലാറ്റ്ഫോമിലും നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ആപ്പിൾ പോഡ്കാസ്റ്റിൽ എന്താണ് ഒന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ലൈബ്രറിയിലേക്ക് വരിക, അവിടെ നിന്നൊരു പോഡ്കാസ്റ്റ് ടാപ്പ് ചെയ്യുക. ഇവിടെ നമുക്കിപ്പോൾ കാണാൻ പറ്റും എപ്പിസോഡ്സ് എന്നാണ്. ഈ ഒരു സോർട്ട് ഔട്ടും നമുക്കൊരു പുതിയ അപ്ഡേഷനാണ് 15.4. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും അതേപോലെയുള്ള അൺപ്ലേഡുമായുള്ള കാര്യങ്ങളും നമുക്ക് ഈ ഒരു സോർട്ട് ഔട്ടിൽ കൂടെ തന്നെ പെട്ടെന്ന് അറിയാൻ പറ്റും. അടുത്ത വന്ന അപ്ഡേഷൻ നമ്മുടെ TV ആപ്പിലാണ്. TV ആപ്പിൽ നമുക്ക് പുതിയൊരു അപ്ഡേഷൻ എന്താ വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മൾ നേരെ TV ആപ്പിലേക്ക് പോവുക. അവിടെ നിന്ന് താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ പ്ലേ അപ്പ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ ഒരു പുതിയ ഓപ്ഷൻ വന്നിരിക്കുന്നത് സ്റ്റിൽ ഫ്രെയിമും പോസ്റ്റർ ആർട്ടുമാണ്. സ്റ്റിൽ ഫ്രെയിം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എവിടെ വെച്ചാണ് ഒരു മൂവി നിർത്തിയത് ആ ഒരു പോർഷൻ ആയിരിക്കും മൂവിയുടെ തംബ്നെയിലായിട്ട് വരുന്നത്. പക്ഷേ പോസ്റ്റർ ആർട്ട് എന്ന് പറയുമ്പോൾ ആ സിനിമയുടെ ഒഫീഷ്യൽ പോസ്റ്റർ ആർട്ടായിരിക്കും. പക്ഷേ പോസ്റ്റർ ആർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു സിനിമയുടെ ഒഫീഷ്യൽ ആർട്ട് തന്നെയായിരിക്കും ആ ഒരു സിനിമയുടെ തംബ്നെയിലായിട്ട് TV ആപ്പിൽ നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു അപ്ഡേഷനും നമുക്ക് 15.4 വരുന്നതാണ്. അടുത്ത അപ്ഡേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആപ്പ് സ്റ്റോറിലേക്ക് പോവുക. ആപ്പ് സ്റ്റോറിൽ പോകുമ്പോൾ നമ്മുടെ അക്കൗണ്ട് നമുക്ക് എടുക്കുക. അക്കൗണ്ട് എടുത്തതിന് ശേഷം നോട്ടിഫിക്കേഷൻ എന്ന് നോക്കുമ്പോൾ നമുക്കിവിടെ പുതിയൊരു അപ്ഡേഷൻ വന്നേക്കുന്നതാണ്. ന്യൂ ഫീച്ചേഴ്സ് ആൻഡ് അപ്ഡേഷൻ, തൊട്ട് താഴത്ത് റെക്കമെൻഡേഷൻ ആൻഡ് ഓഫർ. ഈ ഒരു നോട്ടിഫിക്കേഷൻ സെറ്റിങ്സും iOS 15.5 പുതിയ ഒരു മാറ്റമാണ്. അടുത്ത മാറ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ iCloudൽ ബാക്കപ്പ് ചെയിനിൽ അല്ലെങ്കിൽ കീ ചെയിനിൽ നമ്മൾ നിരവധിയായ പാസ്വേഡുകൾ സേവ് ചെയ്യാറുണ്ട്. ആ പാസ്വേഡ് സേവ് ചെയ്യുമ്പോൾ ആ പാസ്വേഡ് സേവ് ചെയ്യുന്ന ഓപ്ഷനിലും നമുക്കൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു പാസ്വേഡ് ഇപ്പോൾ ഫേക്കായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ആ ഒരു പാസ്വേഡും യൂസർ നെയിം. ഇവിടെ തൊട്ട് താഴത്ത് എനിക്ക് ആഡ് നോട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ എനിക്കൊരു നോട്ട് ആഡ് ചെയ്യണം. ഇറ്റ്സ് എ ഓൾഡ് പാസ്വേഡ് എന്ന് പറഞ്ഞാൽ ഞാനത് സേവ് ചെയ്തു. അപ്പോൾ ഇതേപോലെ നമുക്ക് ഓരോ പാസ്വേഡിന് താഴത്തും എന്തെങ്കിലും നോട്ട്സ് ആഡ് ചെയ്യുന്നത് ആ ഒരു നോട്ട്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് ഈ ഒരു 15.4 അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്ത അപ്ഡേഷൻ വന്നിരിക്കുന്നത് അപ്ഡേഷൻ അല്ല, ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ എയർ ടാഗിലാണ്. കാരണം എയർ ടാഗ് ഉപയോഗിച്ച് ബോയ്ഫ്രണ്ട് ഗേൾഫ്രണ്ട് ബോയ്ഫ്രണ്ടിനൊക്കെ ചന്നം ഭിന്നം സ്റ്റോക്കിംഗ് ചെയ്യുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അതൊരു കേസായി. അപ്പോൾ അതിൻ്റെ പേരിലാണ് ആപ്പിൾ ആ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത്. ഇനി മുതൽ നമ്മൾ എയർ ടാഗ് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഡിവൈസിലേക്ക് ഒരു മെസ്സേജ് വരും, ഈ ഒരു എയർ ടാഗ് നിങ്ങളുടെ മാത്രമാണ്. ഈ ഒരു എയർ ടാഗ് വെച്ച് വേറൊരാളെ സ്റ്റോക്കിംഗ് ചെയ്യാനോ ഫോളോ ചെയ്യാനോ നോക്കിക്കഴിഞ്ഞാൽ അത് പല കൺട്രികളിലും ക്രിമിനൽ ഒഫൻസ് ആണ്. അപ്പോൾ ലോ ആൻഡ് ഓർഡറിന് തെറ്റാണ് എന്നുള്ള നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അതേപോലെ തന്നെ നമ്മളെ ഒരു അൺനോൺ ഡിവൈസ് എപ്പോഴും ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ നിങ്ങളുടെ കൂടെ വേറൊരു എയർ ടാഗോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ട്രാക്ക് ചെയ്യുന്ന ഡിവൈസോ ഉണ്ടെങ്കിൽ നമ്മുടെ ഡിവൈസിൽ ഒരു പോപ്പപ്പ് മെസ്സേജ് വരും, അൺനോൺ ആക്സറി ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ അടുത്ത് നമുക്ക് പോലും അറിയാത്ത ഏതൊരു അൺനോൺ ട്രാക്കിംഗ് ഡിവൈസ് ഉണ്ട് എന്നാണ് നമ്മുടെ ഡിവൈസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത അപ്ഡേഷനും അതിനെ ബേസിസ് ചെയ്താണ്. നോട്ടിഫിക്കേഷനിൽ
നമ്മൾ ഏറ്റവും താഴത്തേക്ക് പോകുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ട്രാക്കിംഗ് നോട്ടിഫിക്കേഷൻ. ഈ ഒരു ട്രാക്കിംഗ് നോട്ടിഫിക്കേഷൻ ഈ ഒരു പുതിയ അപ്ഡേഷൻ തന്നെ വന്നിരിക്കുന്നത് ആ ഒരു എയർടാഗിൻ്റെ സെക്യൂരിറ്റി അപ്ഡേറ്റ് വെച്ചുകൊണ്ട് മാത്രമാണ് ഈ ഒരു അപ്ഡേഷനും നമുക്ക് വന്നിരിക്കുന്നത്. അടുത്ത അപ്ഡേഷൻ വന്നിരിക്കുന്നത് നമ്മുടെ നോട്ട്സ് ആപ്പിലാണ്. ഇപ്പോൾ നിങ്ങളൊരു പുതിയ നോട്ട് ക്രിയേറ്റ് ചെയ്തു. ആ നോട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഈ ഒരു ക്യാമറ ബട്ടൺ ഞെക്കുമ്പോൾ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഇമ്പോർട്ട് ചെയ്യാനും അതേപോലെ ഫോട്ടോസും വീഡിയോസും എടുക്കാനും പിന്നെ ഡോക്യുമെൻ്റ് സ്കാൻ ചെയ്യാനും ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇനി മുതൽ നമുക്ക് നമ്മുടെ ടെക്സ്റ്റും നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആ ഒരു പുതിയ ഓപ്ഷനും നമ്മുടെ iOS 15.4 വന്നിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ യൂറോപ്പിൽ നമ്മുടെ ഹെൽത്ത് ആപ്പിൽ നമുക്കിനി മുതൽ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഇമ്പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യാനും പറ്റും. അതിനു പുറമെ നമ്മുടെ കോവിഡിൻ്റെ സർട്ടിഫിക്കറ്റും നമ്മുടെ ഹെൽത്ത് ആപ്പിൽ നമുക്ക് സേവ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും നമുക്കത് യൂസ് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും നമ്മുടെ ഡിവൈസിൻ്റെ അപ്ഡേഷനെ പറ്റി പറഞ്ഞു. ഇനി ഇതിൻ്റെ ബഗ് ഫിക്സസും ബഗിൻ്റെ കാര്യവും പറയാം. iOS 15.4 നിരവധിയായ ബഗ്ഗുകൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ ബഗ്ഗാണ് നമ്മുടെ ഐക്ലൗഡിൽ നിന്ന് ഫോട്ടോ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും ആ ഒരു ഐക്ലൗഡിലേക്ക് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോഴും ചെറിയൊരു ബഗ് ഉണ്ടായിരുന്നു. ചില സമയം നമ്മുടെ ഐക്ലൗഡ് ക്രാഷ് ആവുകയും നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഫോട്ടോസ് കറക്റ്റായിട്ട് നമുക്ക് ഡൗൺലോഡ് ആവാതെ ഇരിക്കുന്ന ആ ഒരു പ്രോബ്ലം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രോബ്ലം നമ്മുടെ iOS 15.4 അവർ റിസോൾവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഐഫോണിൽ നമ്മളൊരിടയ്ക്ക് കേൾക്കുന്നുണ്ടായിരുന്നു പിങ്ക് സ്ക്രീൻ എന്ന് പറഞ്ഞ ആ ഒരു ബഗ്. ആ ഒരു ബഗിനെ പറ്റി അറിയില്ല, കാരണം ഐഫോൺ പിന്നെ അതിനെ പറ്റിയുള്ള ഒഫീഷ്യൽ ജഡ്ജ്മെൻ്റ് ഒന്നും തന്നില്ല. പക്ഷേ വേറൊരു ആളും ഇപ്പോൾ ഐഫോണിൽ പിങ്ക് സ്ക്രീൻ ആ ഒരു ഇഷ്യൂയുടെ പേരും പറഞ്ഞ് വേറൊരു കാര്യം വരാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നം റിസോൾവ് ആയി എന്ന് തന്നെ കരുതാം. അടുത്ത കാര്യം നമ്മുടെ സ്റ്റോറേജ് ബഗിലാണ്. സ്റ്റോറേജ് ബഗ് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. കാരണം ഇപ്പോഴും ആപ്പിൾ ഒഫീഷ്യലായിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ് തന്നാലുള്ള ഇപ്പോൾ ഐഫോൺ സ്റ്റോറേജ് എടുക്കുമ്പോൾ കുറേ പേർക്ക് ഇതേപോലെ ടൈം എടുക്കുകയും അതേപോലെ തന്നെ ആക്യുറേറ്റ് അല്ലാത്ത ഒരു സ്റ്റോറേജിൻ്റെ റിപ്പോർട്ടുമാണ് നമുക്ക് ലഭിക്കുന്നത്. iOS ഡാറ്റ ഇപ്പോൾ 9.9 GB സിസ്റ്റം ഡാറ്റ 6.09 GB വന്നിരിക്കുന്നത്. ചിലവർക്കത് 0 KB ആവാറുണ്ട്, ചിലവർക്കത് 10-30 GB വരെ പോക്കറ്റിലേക്ക് പോകാറുണ്ട്. ഈ ഒരു കാര്യത്തിലും നമുക്ക് ആപ്പിളിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് ഇപ്പോഴും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ചിലവർക്കൊക്കെ ഈ ഒരു പ്രശ്നം നിലവിലുണ്ട്. അടുത്തതാണ് നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിൻ്റെ കാര്യം. ആപ്പിൾ മ്യൂസിക്കിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഡിവൈസിൽ ഓൺലൈനായിട്ട് ബഫർ ചെയ്യുമ്പോൾ നമ്മുടെ ഡിവൈസിൽ കൂടുതൽ CPU പ്രവർത്തിക്കാനും അതേപോലെ തന്നെ നമ്മുടെ ഡിവൈസിൽ ചെറിയ വാംത്ത് ഫീൽ ചെയ്യാനും കാരണമാകുന്നുണ്ട്. ആ ഒരു വാംത്ത് ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഡിവൈസിൽ ഓവർ ഹീറ്റിങ്ങും ചെറുതായിട്ട് ബാറ്ററി ഡ്രെയിനിങ്ങും സ്റ്റാർട്ടാവും. ആ ഒരു പ്രശ്നം ഇപ്പോഴും ആപ്പിൾ റിസോൾവ് ചെയ്തിട്ടുള്ള. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ iOS 15.4 ഇൻസ്റ്റാൾ ചെയ്തിട്ട് എനിക്ക് ഈ ഒരു സ്മൂത്ത്നെസ് കുറച്ചും കൂടെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം കുറച്ചും കൂടെ സ്മൂത്തായ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴും പിന്നെ പറയുന്ന പോലെ നമ്മൾ iOS ഇൻസ്റ്റാൾ ചെയ്ത് അപ്പം തന്നെ നമുക്ക് അതിൻ്റെ പെർഫോമൻസ് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. 1, 2, 3 ദിവസങ്ങൾ നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് iOSൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു പെർഫോമൻസ് നമുക്ക് മനസ്സിലാവുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ iOS ഡിവൈസുകളുടെ ബാറ്ററിയും. നമുക്ക് ആ ഒരു അപ്ഡേഷൻ കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ ബാറ്ററി കൂടിയോ കുറഞ്ഞോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. 1, 2, 3 ദിവസം ഹാർഡ് കോർ ആയിട്ട് യൂസ് ചെയ്യുക, നമ്മുടെ എല്ലാ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുക. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബാറ്ററി ലൈഫ് എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ഡിവൈസിന് 100% ബാറ്ററി ഉണ്ടെങ്കിൽ പോലും നമുക്ക് പല സാഹചര്യങ്ങളിലും ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ മാക്സിമം നമ്മൾ ഹാർഡ് കോർ ആയിട്ട് യൂസ് ചെയ്യുക. അങ്ങനെ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബാറ്ററിയുടെ ലൈഫ് സ്പാൻ നമുക്ക് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നീട് ഹീറ്റിങ്ങിൻ്റെ കാര്യം, എനിക്ക് ഡിവൈസ് യൂസ് ചെയ്തിട്ട് ഇത്രയും നേരമായിട്ടും ഒരു ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂ വന്നിട്ടില്ല. പക്ഷെ നമ്മൾ ഔട്ട്ഡോറൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഡിവൈസിന് എന്തായാലും ഒരു വാംത്ത് ഉണ്ടാവും. അത് ഈ ഒരു അപ്ഡേഷന് മാത്രം കാരണമല്ല, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു ചൂട് കൊണ്ടും നമ്മുടെ ഡിവൈസ് ചൂടാവാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വലുതായിട്ട് ടെൻഷൻ ആവണ്ട. പക്ഷേ ഇൻഡോർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡിവൈസ് കൂടുതലായിട്ട് ചൂടാവുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഡിവൈസ് നിങ്ങൾ നല്ല ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ കാണിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ iOS 15.4ൻ്റെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഹെൽപ്ഫുൾ ആണെങ്കിലും ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക, എല്ലാ ആപ്പിൾ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അല്ലെങ്കിൽ ഈ ഒരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്താൽ മതി.
ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതുമാത്രമല്ല എന്നോട് എന്തെങ്കിലും പേഴ്സണലായിട്ട് സംസാരിക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി ഞാൻ തൊട്ട് താഴത്ത് കൊടുക്കുന്നുണ്ട്. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഹോൾ വീഡിയോ. ദിസ് ഈസ് യു Abin Xavier signing from everything you want to know about Apple.